ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു വൈബ് സോൺ. ഇപ്പൊ സമയം 4:30. ഇപ്പൊ നമ്മള് ബോക്സിങ്ങിന് പോവാണ്. നമുക്ക് ആക്ച്വലി അവിടെ എത്തേണ്ട സമയം 4:30 ആയിരുന്നു. പക്ഷേ ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ പുതിയ പ്രശ്നങ്ങളാണ്. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമുക്ക് കുറെ ഓർഡേഴ്സ് വന്നിട്ട് അതൊന്നും പ്രോസസ് ആയില്ല മീൻസ് പേയ്മെന്റ് ഗേറ്റ് വേ എന്തോ കംപ്ലൈന്റ് നാട്ടിലെ ട്രാൻസ്ഫർ പേ, അതാണ് നമ്മുടെ പേയ്മെന്റ് ഗേറ്റ് വേ. സാധാരണ ഇത്രയും നാൾ ഒരു കുഴപ്പമില്ല, സ്മൂത്ത് ആയിട്ട് പോയതാ. പിന്നെ ഞാൻ ആ ഡെയിലി വ്ളോഗ് ഇന്നലെ ഇറക്കിയോണ്ട് കുറെ ആൾക്കാർ ഓർഡർ ചെയ്ത് അതിന്റെ പേയ്മെന്റ് ഫുൾ സ്റ്റക്കായി നിൽക്കായിരുന്നു. വെരിഫിക്കേഷൻ എന്തോ വേണമായിരുന്നു. എന്നിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി ലോഗിൻ നോക്കിയപ്പോ പണ്ടേ ചെയ്ത് ലോഗിൻ ഓർമ്മയില്ല. അതിന്റെ പുറകെ നോട്ടായിരുന്നു. അതും ഈ ആൾക്കാരൊക്കെ ഓർഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാം. അപ്പം അധികം ലേറ്റ് ആകാനും പറ്റില്ല. നമുക്കെല്ലാം ഓർഡർ പ്രോസസ് ചെയ്തിട്ട് ഷിപ്പ് ചെയ്ത് കൊടുക്കണം, ആൾക്കാർക്ക് എത്തണ്ടേ. ഇറ്റ്സ് ഓക്കെ, അത് റെഡിയാക്കുന്നുണ്ട്. ഓർഡർ ചെയ്തിട്ട് വർക്കാവാത്തവരാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത് റെഡി ആയിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പുതിയ ആൾക്കാർ ഓർഡർ ചെയ്യണമെങ്കിൽ ഇപ്പം വർക്കാണ്, സ്മൂത്ത് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സിങ്ങിന് പോവാണ്. ഇപ്പം 4:30, ഒരു 5:30 ആകുമ്പോൾ നിർത്തണം. എന്നിട്ട് വീട്ടിലേക്ക് വരണം. 6 മണിക്ക് ജോലിക്ക് പോകണം. പിന്നെ ഇന്നലത്തെ പോലെ ജോലി പരിപാടിയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ അവിടെ പോയി പട്ടിപ്പണി എടുക്കണം 1 മണിക്കൂർ. അന്നത്തെ നമ്മൾ എടുപ്പിച്ച 1500 പഞ്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഒറ്റൊരു ദിവസം. കൈയൊക്കെ ഊരി വരുന്ന പോലെ തോന്നിയത്. അതുപോലെ ആപ്സിന്റെ അന്ന് ഇപ്പൊ ഓർമ്മയില്ലേ, 40 വെച്ച്. അപ്പൊ ഇനി ബോക്സിങ് 1 മണിക്കൂർ. കുറെ നേരം അല്ല ചുറ്റുന്നു, ചോദിച്ചു വാങ്ങി. ഒരാവശ്യം ഉണ്ടായില്ല. ജംപ് റോപ്പ് ചെയ്യാണ്. എനിക്കും അറിയില്ല ജംപ് റോപ്പ്, റോബിയേട്ടനും അറിയില്ല. എന്നോട് പറഞ്ഞ വീഡിയോ എടുക്കാൻ പാടില്ല. അറിയാത്തോണ്ടാ. രണ്ട് കൈ വെച്ച് ചെയ്യാൻ അറിയാത്തോണ്ട് ഒരു കൈ വെച്ച് ചെയ്യും, അത് വഴിയില്ല. ജംപ് റോപ്പ് കഴിഞ്ഞ് ഇനി നമ്മൾ വെയിറ്റ് എടുക്കും. വെയിറ്റ് എടുത്തിട്ട് ഷാഡോ ബോക്സിങ്. വലിയ ആൾക്കാരൊക്കെ റിങ് കയറുന്നത് എങ്ങനെയാണ് കാണിച്ചിടാം. ഒരു സെറ്റ് കഴിഞ്ഞ് 2 സെറ്റും കൂടി ഉണ്ട്. Make sure y'all get y'all's time in. You're the face of temptation over here. You're going drinking. Hey, we barbecued yesterday. പണിയെടുക്കട്ടോ, വെറുതെ ലേസി ആയിട്ട് വീട്ടിലിരിക്കല്ലേ. അല്ല വെച്ചാൽ പറഞ്ഞു കൊടുക്ക്. അവരോട് പറ, എന്നോടല്ല. പണിയെടുക്കാൻ പറ പിള്ളേരോട്. സോറി, ഞാൻ എന്റെ അടുത്താ. പണിയെടുക്ക്. ഓക്കെ, ഇനി എന്താണോ ചെയ്യിപ്പിക്കുക. You don't like to be on camera? No. Next thing you know, FBI motherfuckers are looking for me. Y'all laugh now, but I had the motherfuckers looking for me in 2003. Why, you didn't pay taxes or what? Nah, I f***ed up a lot of people. Oh shit. വർക്കൗട്ട് ഡൺ. സാധാരണ ചെയ്യുന്ന അത്രയും ഇന്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം കുറച്ച് ലേറ്റ് ആയി പോയിരുന്നു. ഇനി വീട്ടിൽ പോയി പിന്നെ ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ച് പോണം. Later that same evening. ഓൺ ദ വേ ടു വർക്ക്. പ്രസാദുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, രാവിലെ നമുക്ക് വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഏതൊരു ദിവസം നമ്മള് മറ്റേ ഇത് വെച്ചല്ലേ, ഭക്തിയാണ് വെച്ച്. പിന്നെ ഇതായി എപ്പം ഭക്തിയാണ്. ഇന്നലെ ഒരു ദിവസം ഭക്തിയാനം വെച്ചില്ല. സത്യം, ഭക്തിയാണ് മിസ്സായി നമ്മളെ ലൈഫിൽ നിന്ന്. ജോലിക്ക് പോയപ്പോ അവിടെ ഫുള്ള് കെയോസ് മൊത്തം. വലിയ മാനേജർ അടിയാക്കുന്നു. നിനക്ക് കഴിവുണ്ടോ മുഖത്ത് നോക്കി ചോദിച്ചു. പക്ഷെ എന്നിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് എന്തോന്നും മിസ്സിങ് ഉണ്ടല്ലോ നമ്മുടെ ലൈഫില്. അപ്പൊ ഈ ഭക്തിഗാനം റിലീജിയസ് അല്ലാത്ത ആൾക്കാരോട് ഇത് പുഷ് ചെയ്യുന്നതല്ല, ഇത് ഞാൻ ജസ്റ്റ് തമാശ അറിയുന്നതാണ്. ഈ ഭക്തിഗാനം കേൾക്കും നമ്മൾ രാവിലെ പോകുമ്പോ. ഈ സിനിമ പാട്ട് എപ്പം കേട്ട് അടുത്ത് ഒന്ന് ട്രാക്ക് മാറ്റി നോക്കിയാ MG അണ്ണന്റെ അയ്യപ്പന്റെ എന്റെ അമ്മോ MG, അതുപോലെ മധു ബാലകൃഷ്ണൻ, യേശുദാസിന്റെ ക്ലാസിക്സ് ആണെങ്കിൽ പിന്നെ കലാമണി. ഈ 4 ആൾക്കാരെ ഭക്തിഗാനം മാറ്റി വെച്ചിട്ട് ആ 1 മണിക്കൂർ നമ്മള് ഭക്തിഗാനം. അതെ, ഈ മലയാള പാട്ട്, ഇംഗ്ലീഷ് പാട്ടൊക്കെ കേട്ട് ഡ്രേക്കിലൊക്കെ കേട്ട് അതെ, ഡ്രേക്ക്, ഹിന്ദി അതെല്ലാം കേട്ട് പോകുന്ന ആളല്ലേ. ഞാൻ പിന്നെ ഇതൊന്ന് കേട്ട് നോക്കി വെച്ചു കൊടുത്ത്. പിന്നെ രാത്രി നമ്മള് പുറത്തെല്ലാം പോകുമ്പോട്ട് ഭക്തിഗാനം. ഇനിയിപ്പോ ഇന്ന് നല്ല ദിവസമായിരിക്കും, കാരണം ഇന്ന് ഭക്തിഗാനം ബാക്ക് ഓൺ ട്രാക്കായി. ഇന്ന് കിട്ടില്ല ദിവസമായിരിക്കും അന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പ്രസാദിന് ഈ അടുത്ത്
മെക്സിക്കോ പോയി. മച്ചാ നമ്മക്ക് പോണ അവിടെ. അതെ, ആദ്യം നിങ്ങളൊക്കെ എടുത്തു പോയച്ചാ. അതെ. പിന്നെ എന്റെ അമ്മ പറഞ്ഞു, ഞാൻ ആദ്യം അമ്മയോട് പറഞ്ഞു, അമ്മ ശ്രീരാഗെല്ലാം ബിസിയാണ്, എന്റെ ട്രിപ്പിന് പോവാന് ആരും വരുന്നില്ല. എന്റെ അമ്മ ചോദിക്കണം, നിനക്കൊരു ഭാര്യയില്ല, ഭാര്യ എടുത്ത് പോയിക്കൂടെ? അത് ശരിയാണല്ലോ. എന്നിട്ട് അവളെ എടുത്ത് പോയി. എന്നാലും ആലോചിച്ചത് ഭാര്യയുണ്ടല്ലോ, ന്യൂലി മാരീഡ് ആണ്. അതെ, ഇടക്ക് നടന്നു. എന്നിട്ട് ഭാര്യനും കൂട്ടി പോയി. 3 ദിവസം ട്രിപ്പ് അല്ലേ? കിട്ടിയില്ല. നമ്മളിപ്പം അവിടെ പോയിട്ട് ഇതിന് ഫുഡിന് പൈസ കൊടുക്കണം, ട്രാൻസ്പോർട്ടേഷൻ പൈസ കൊടുക്കണം, ഒന്നുമില്ല. എല്ലാം അവിടെ എത്തും, ലിമസീന് വന്ന് പിക്ക് ചെയ്യും. നിങ്ങൾ നേരെ പോയ ഉടനെ ഹോട്ടലിൽ കൊണ്ട് ഇറക്കും. അവിടുന്ന് വെൽക്കം ഡ്രിങ്ക്, അവിടുന്ന് ഡ്രിങ്ക്. പിന്നെ ഫുഡ് ഞാൻ രാത്രി 1 മണിക്ക് 1:30 പിന്നെ ഫുഡ് പറഞ്ഞത് 24 hour സർവീസ്. നമുക്ക് അന്നേരം പോണം ഒരു വീക്കെൻഡില്. അതിന്റെ ചെലവ് എന്താ പറയാ? $100. അത്രേ ഉള്ളൂ. $100 പറഞ്ഞാല് നാട്ടിൽ 8,500 റുപ്യ. അത് ഞാൻ ടിപ്പ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ബാക്കി എല്ലാം ഫ്ലൈറ്റ് എല്ലാം മറ്റേ കിടക്കാണ്ട പോയിന്റ്സിനെ കൊണ്ട് അത് കിടലാണ് കേട്ടോ. അങ്ങനെ പോവാൻ പറ്റുന്നവർക്ക് ഭാഗ്യം. അവിടെ ഒരു പിരമിഡ് ഉണ്ട്. ഓ ഏജാതി പിരമിഡ്. ഓ ഷിറ്റ്. ഓക്കേ. ഹിസ്റ്ററി മായൻ ടെമ്പിൾ ആണ്. മായൻ ടെമ്പിൾ ചിച്ചിരിസ ഞാൻ കേട്ടില്ല. മായൻ ടെമ്പിൾ ഞാൻ എവിടെയോ പണ്ട് ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അവര് അടുത്തൊരു ത്വര തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ട്രിപ്പ് എന്നില്ല. ഇന്നലെ റിഷോണും പറഞ്ഞു നമുക്ക് ട്രിപ്പ് പോകണല്ലോ. ഞാൻ അവിടെ പറഞ്ഞത് ചുമ്മാ അവിടെ ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ട്. ഇവിടെ ഞാൻ സ്ഥിരമാക്കി ട്രിപ്പ് പോകുന്നത് ആടാ എന്നാ ഞാനും വരുന്നത്. പോവാന്ന് പറഞ്ഞിട്ട് ഒരു വീക്കെൻഡ് ശനി ഞായർ ലീവ് കിട്ടുമ്പോ, ഞായറാഴ്ച എന്തായാലും ലീവ് നമുക്ക് പോകുമ്പോ എന്തായാലും പോകാലോ. സ്വാഭാവികം. ഇന്ന് പെരുപ്പിച്ചിട്ട് നാളെ പോവാം. ഉടനെ ഉണ്ടാവും ചിലപ്പോ ട്രിപ്പ്. നമ്മുടെ ടൂൾസ് ഉണ്ട്. ഇതാണ് ഇതില് പ്രീമിയം സെറ്റപ്പാണ്. പിന്നെ ഇതാണ് നമ്മുടെ ആയുധം. അതെ, ഇപ്പൊ എത്താനായിട്ടാ. നമ്മളിപ്പോ 10 മിനിറ്റ് കൂടി അത് കഴിഞ്ഞാൽ നമ്മൾ ജോലി സ്ഥലത്തെത്തും. 8:56. മഴ ഇങ്ങനെ വരുന്നുണ്ട്. ഇന്നലെ ഫുൾ ഡേ മഴ കാണിച്ചാ. ഞാൻ വിചാരിച്ചു റെയിൻ ഔട്ട് ആവുമെന്ന് വിചാരിച്ചിട്ട് പോയതാ ഇന്നലെ. പക്ഷെ ഇന്നലെ ഒട്ടും മഴയില്ല, പൊരിഞ്ഞ വെയിൽ. ഇന്ന് മഴ കാണിച്ചിട്ടേ ഇല്ല. ഇന്ന് ഇതാ മഴ. കുറച്ച് കഴിയുമ്പം മഴ കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ വെയിലായിരിക്കും. അപ്പോൾ 50-40% തണ്ടർ ലൈറ്റ്നിങ് എല്ലാം ഉണ്ട് വെച്ചാൽ ഇന്ന്. ഭൂകമ്പം, മൊത്തത്തെ സുനാമി. നാട്ടിലെ അവസ്ഥ പരിതാപകരമായി വരുന്നുണ്ട് കേട്ടാ. നാട്ടിലിങ്ങനെ മറ്റേ മഴ കൂടി വരുന്നുണ്ട്, നിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആവുന്നുണ്ട് അല്ലേ? ബി സേഫ് ഗൈസ്. പിന്നെ പുതിയ ബ്ലോക്ക് ക്യാമറ ഉണ്ട്, കൺസ്ട്രക്ഷൻ ബ്ലോക്ക് ക്യാമറ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ ഡിഫക്ട്സ് ഒക്കെ മാർക്ക് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുന്ന സാധനം ഇത് കേട്ടോ. ബ്ലോഗ് ക്യാമറ അല്ല. അയ്യോ, നമ്മളിങ്ങനെ കുറച്ചേരം വണ്ടി ഇരിക്കും. മഴ ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോ നമ്മൾ തിരിച്ച് ജോലിക്ക് പോകും കേട്ടാ. ഇതെന്നാ ഗാങ്സ്റ്റർ പോലെ ഉണ്ടല്ലേ, മൊട്ടലടിച്ചിട്ട് ഗുണ്ട തന്നെ. നീ കൊള്ളാലോ നീ വേണ്ട. ഓക്കെ, കുറച്ചിൻ്റെ കാണാം മച്ചന്മാരെ. ഇപ്പൊ സമയം 11:15. ഞാൻ ഇത്രയും നേരം ഫുൾ തിരക്കായിരുന്നു. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇത്രയും നേരം എഡിറ്റിംഗ് ആയിരുന്നു. ഫുള്ള് വ്ളോഗ് മൊത്തം കട്ടൊക്കെ ചെയ്ത് വെച്ചു. പിന്നെ വൈബ് സോൺ ക്ലോത്തിങ് ബ്രാൻഡിന്റെ റീൽ എടുത്തു, അത് സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ വ്ളോഗ് കട്ട് ചെയ്തു, അതന്നെ കുറെ 2-3 മണിക്കൂർ എടുത്തു. ഇപ്പൊ 11:15. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഏട്ടൻ്റെ പേര് ബോക്സിങ്ങിന് പോയില്ല. ബിക്കോസ് ഞാൻ ഇന്നലെ കിടക്കാൻ ഒരു 11:30 ആയി. അപ്പം ബ്രോ എനിക്കൊരു 3 hours ഓഫ് സ്ലീപ്പ് അത് വളരെ മോശമാണത്. 3 മണിക്കൂർ ഉറക്കം എന്നൊക്കെ പറഞ്ഞ വൺ സീനാണത്. അതുകൊണ്ട് ഞാൻ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ എണീച്ചത് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കോച്ചിനെ വിളിച്ചു. കോച്ച്, ഞാൻ കുറച്ച് ലേറ്റായിട്ട് വന്നാൽ സീനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു ഒരു സീനില്ല, നീ 2:30 ആകുമ്പോൾ വാന്ന് പറഞ്ഞു. ഇപ്പോൾ 11:15. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബോക്സിങ്ങിന് പോവാം. അതുവരെ കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാണ്ട്, അതൊക്കെയാണ് പരിപാടി. പിന്നെ ഗൈസ്, നിങ്ങളോട് എനിക്ക് അതിപ്പം പറയുന്നതായിരിക്കും നല്ലത്. എനിക്കെന്ന് വെച്ചാൽ ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എഡിറ്റിംഗ് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ സംസാരിക്കാൻ എനിക്ക് അത്ര അറിയില്ല. ഇപ്പോൾ ഏട്ടനെ വ്ളോഗ് എടുക്കുന്നെങ്കിൽ സൈഡിൽ നിന്ന് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ ഞാൻ സ്വന്തമായിട്ട് എടുക്കുമ്പോൾ ഗൈസ് ഇത് എത്ര ടേക്ക് എടുത്തു നിങ്ങൾക്ക് അറിയാം. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ വീഡിയോ എടുക്കൽ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഈ ഡെയിലി വ്ളോഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും എടുക്കും. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈച്ച് ഡേ ബെറ്ററായി വരും. റൈറ്റ്? അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക. ഞാൻ സംസാരിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തണോ വീഡിയോയിൽ, അല്ല ഏട്ടൻ മാത്രം വ്ളോഗ് ചെയ്താൽ മതിയോ? നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ഇടുക. ഞാൻ എൻ്റെ ഭാഗം ബോറാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഏട്ടൻ മാത്രം ചെയ്യട്ടെ. ഓക്കെ, നിങ്ങൾ പറ, നിങ്ങളുടെ ഇഷ്ടം നമ്മൾ സെറ്റാക്കും. നമുക്ക് താഴെ പോയിട്ട് തരാം.
അമ്മ ഫുൾ ക്ലീനിങ് ആന്ന് തോന്നല്ല. ഫ്രിഡ്ജ് ക്ലീൻ ആക്കണം. അമ്മമ്മ നാട്ടിൽ പോലല്ലേ മറ്റന്നാള്? ഞാനും വരട്ടെ. എന്താ പരിപാടി ഉണ്ടായി ഇത്ര നേരം? സിനിമ ആണെന്നാ? ഏഷ്യാനെറ്റെല്ലാം ഇവിടെ ആക്കി കൊടുത്തോണ്ട് പിന്നെ സീരിയലെല്ലാം കണ്ട് ഇവിടെ ഇരിക്കുമല്ലോ അമ്മമ്മ. ഫ്രിഡ്ജെല്ലാം ക്ലീനിങ് ആണ് വേണ്ട. നടക്കട്ടെ ഞാൻ എന്നാൽ പോയി എഡിറ്റ് ചെയ്തിട്ട് ബാക്കി. നമുക്ക് കുറച്ച് നേരം കൂടി എഡിറ്റ് ചെയ്തിട്ട് ഫുഡ് പോയി കഴിക്കാം. എന്നിട്ട് കുറച്ച് നേരം യൂട്യൂബൊക്കെ കണ്ടിരുന്നിട്ട് നമുക്ക് ബോക്സിങ്ങിന് പോവാം. ഓക്കെ, അപ്പം ഞാൻ ഇടയ്ക്ക് വരാം. നിങ്ങളുടെ ഏട്ടനെ പോയി കണ്ടിട്ട് പോവാം. റെയിൻ ഔട്ട് നല്ല ഹെവി മഴയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ പോകാൻ കേട്ടോ. ഇപ്പോൾ സമയം 11:15. ലഞ്ച് പോലും ആയില്ല. തിരിച്ച് വീട്ടിൽ പോകണം. അവർ പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല, മഴയല്ലേ. റെയിൻ ഔട്ട് ആയി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കൺട്രോളിലുള്ള സാധനമല്ലല്ലോ. അപ്പോൾ നമുക്ക് 8 hours കിട്ടും. അതൊരു ഗുണമാണ്. നമ്മളിപ്പോൾ വീട്ടിൽ പോകണം. 8 hours എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ നിൽക്കണം? എത്ര മണി വരെ നിൽക്കണം? 2 മണിയാ 3 മണിയാ? നമ്മള് സാധാരണ ഓഫീസിലെ വർക്ക് 8 hours അല്ലേ? അതെ 95 പോലത്തെ. അപ്പോൾ ആ ഒരു ടൈം വരെ നിൽക്കണം നമ്മൾ. പക്ഷെ നല്ല മഴ കേട്ടാ. പക്ഷെ രാവിലെ ഒന്നും വെതറിൽ കാണിച്ചിട്ടേ ഇല്ല മഴ. പിന്നെ വന്നേ പിന്നെ അത് കാണിക്കാൻ തുടങ്ങിയത്. ഫുൾ ഫേക്ക് ആണല്ലോ. എന്നാലും വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊന്നും നോക്കാം. അവിടെയും ചിലപ്പോൾ മഴയായിരിക്കും. മഴയാണെങ്കിൽ നമുക്കൊന്നും അധികം ചെയ്യാൻ പറ്റില്ല. നോക്കാം നമുക്ക്. റീച്ച്ഡ് ഹോം. പ്രസിഡന്റ് വണ്ടി ഇതാ. എന്റെ മേലെ ഒരു ഷാപ്പട്ടി ഉണ്ടാ എന്തൊക്കെയാ അതിലൂട്ടൊക്കെ എടുത്ത അങ്ങനെ എന്നിട്ട് ഒഴുക്കി വീട്ടിലെത്തി. ഇവിടെയും നല്ല മഴയാണ്. ഒരു മൂടി കാലാവസ്ഥ. നല്ല വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നല്ല ചൂട് കഞ്ഞിയൊക്കെ കുടിക്കാൻ അല്ലേ? കഞ്ഞിയൊക്കെ കുടിച്ച് ഇങ്ങനെ നല്ല കുറച്ച് വർക്കൊക്കെ ചെയ്ത്. ഇതാ നമ്മളെ കിറ്റ്. ഇതാണ് നമ്മളെ ലഞ്ച് ബോക്സ്. സ്കൂൾ കുട്ടികൾ പോകുന്ന പോലെ ഇങ്ങനെ പോയിക്കോളൂ. ഞാൻ എന്നാ പോട്ടെ. എന്നാ പിന്നെ ശരി, ബൈ. നാളെ പാക്കലാം. ഇടി മിന്നൽ എല്ലാം ഉണ്ട് കേട്ടാ. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ച് കഞ്ഞി ഉണ്ടെങ്കിൽ നല്ല ചൂട് കഞ്ഞിയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്ത് നമ്മളെ ബ്രാൻഡ് കുറച്ചും കൂടി ഒന്ന് ലെവലാക്കി എടുത്ത് പിന്നെ കുറേ ആൾക്കാർ ഈ ഓർഡർ ചെയ്യുമ്പം അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അവർക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അവർ വീണ്ടും ഓർഡർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇമെയിൽ അയക്കണം. പിന്നെ അവർക്ക് ഇങ്ങനെ ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അയക്കണം. അതിന് പകരം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ഓപ്ഷൻ ഞാൻ കൊണ്ടുവരാൻ നോക്കട്ടെ. അതാകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഷർട്ടോ പാൻറ്റോ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് ഗിഫ്റ്റാണ്. പേഴ്സണായിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് ചെയ്ത് ആ ഓർഡറിൻ്റെ കൂടെ അയക്കും. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഇമോഷണൽ സാധനം ആഡ് ചെയ്യാനുള്ള പ്രോസസ്സ് ചെയ്യാൻ നോക്കട്ടെ. പിന്നെ അതുപോലെ ഞാനിത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുമ്പോൾ ഒരു ചെക്കൻ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഏട്ടാ എൻ്റെ പേര് പറയോ അടുത്ത വ്ളോഗിൽ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പിന്നെന്താ മുത്തായി ഞാൻ പറയാൻ പറഞ്ഞിട്ട് അവൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. റിജുൽ റാം ബ്രോ, നീ ഇത് കാണുന്നതാണെങ്കിൽ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ഓക്കെ, പേര് പറയുന്നത് ഞാൻ പറഞ്ഞു. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക, വൈബായിട്ടിരിക്കുക, പവർ ആയിട്ടിരിക്കുക. ഇത് നമ്മളെ അജുവേട്ടനല്ലേ? അതെ, സിവിക്കാനുള്ളത് നമുക്ക് ചേസ് ചെയ്ത് പിടിക്കാം അവരെ. ജോലിക്ക് പോവാ. ഓക്കെ, ആശൻ ജോലിക്ക് പോട്ടാ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നു, ആശൻ ജോലിക്ക് പോകുന്നു. ഗൈസ്, ഇപ്പൊ സമയം 2:26 മഴയുണ്ട്. ഡോഡ്ജി സ്റ്റാർട്ട് ചെയ്യാറാ. ഞാനപ്പോൾ ഇപ്പോൾ ജിമ്മിൽ പോവാണേ. അവിടെ പോയിട്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ സമയം ഉണ്ടാവില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഇന്ന് ചെയ്തിട്ട് വരും. എനിക്ക് കഴിയുന്നില്ല പക്ഷേ സത്യം പറഞ്ഞാൽ. അപ്പം 2:30 ഞാൻ കുറച്ച് വൈകി. നമുക്ക് എന്തായാലും പോയിട്ട് വരാം. നല്ല മഴ കേട്ടോ, നല്ല മഴ. ഏതാ നോക്കിയ കുളിച്ച് നല്ല കഞ്ഞി പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷെ കഞ്ഞി ആവുന്നേ ഉള്ളൂ. ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്ത കഞ്ഞിയാവും. പിന്നെ ഞാനിവിടെ ഉദയനാണ് താരം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. കഞ്ഞി വരുന്നു, കഞ്ഞി കഴിക്കുന്നു, സെറ്റ്. കായുപ്പേരി. ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് സ്പൂണും കൊണ്ട് കഴിക്കാൻ പാടില്ല. ഉപ്പേരി എടുക്കുക, എടുക്കുക. അമ്മമ്മ നാട്ടിൽ പോവാണ്. നാളെയല്ല, മറ്റന്നാള്. അപ്പോൾ പാക്കിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് ഫുള്ള് പാക്ക് ചെയ്യണം. 2 പെട്ടിയുണ്ട്. അമ്മമ്മ പോവാൻ റെഡിയായാ? അപ്പോൾ നമുക്ക് ഇത് പാക്ക് ചെയ്യാം. ഇതുണ്ടോ മുട്ടായികൾ. അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന മുട്ടായിയാണ് സ്റ്റിക്കേഴ്സും അതും ഇതെല്ലാം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ. പക്ഷേ ഈ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഏർപ്പാട് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നാട്ടിൽ കിട്ടാത്ത ഒന്നുമില്ല. അമേരിക്കൻ സാധനം കിട്ടും, ഗൾഫ് സാധനം കിട്ടും, എല്ലാം ഇവിടെ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ നാട്ടിൽ കിട്ടും. അത്രയും അഡ്വാൻസ് ആയി നമ്മുടെ നാട്. അതിൽ പണ്ട് ഈ ഗൾഫിലെല്ലാം പോകുന്ന ആൾക്കാർ ഈ ശബരിമലയിൽ പോയിട്ട് അരവണ കൊണ്ട് കൊടുക്കുന്ന പോലെ മുട്ടായി കൊണ്ട് കൊടുത്ത് ശീലിച്ചു. ഇപ്പം എല്ലാവരും അത് പാലിക്കുന്നുണ്ട്. ഞാനല്ല പോവേണ്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇത് നാട്ടിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ആയിരിക്കും എല്ലാവർക്കും ചിലവ് ചെയ്യും. സിമ്പിൾ. കണ്ടോ അയ്യോ. അപ്പോൾ നമുക്കിത് പാക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക്
ഗൈസ് സമയം ഇപ്പം 4 മണിയായി. ഒരു 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്തു. വലുതായിട്ട് അങ്ങനെ ഓടിപ്പിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ മഴയായതുകൊണ്ട് തന്നെ പുറത്തൊന്നും ഓടാൻ പറ്റില്ല. ഇപ്പം നമ്മളെന്തായാലും വീട്ടിൽ പോകുന്നു. എന്നിട്ട് വീട്ടിൽ പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കണം. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തു പോകും. അത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം. വീട്ടിലെത്തി ഗൈസ്, ഫുഡ് കഴിക്കണം. വീട്ടിൽ വന്ന് കയറിയിട്ട് ആരുമില്ല. അമ്മേനെയും കാണുന്നില്ല. ഞാൻ എന്നിട്ട് അമ്മനെ വിളിച്ചു. അപ്പോൾ അമ്മ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ട്. ഇപ്പം വരും. അമ്മ വരാണ്ട് ചോറ് കഴിക്കാനൊരു സുഖമില്ല. അമ്മ വന്നാൽ വിളമ്പിത്തരും. ആ അമ്മക്ക് കഴിച്ചാൽ മാത്രം മതി. ശരി, കഞ്ഞി, പപ്പടം. അമ്മ വന്നു. നമുക്കിനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് കാണാം. ചിക്കനും ഉണ്ട്. അപ്പം കഴിച്ചിട്ടാണ്. ശ്രീഹരി പിന്നെ തംബ്നെയിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹയാൻസ് ട്രാക്ക് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്. നമ്മളൊരു സബ്സ്ക്രൈബറാണ്. മുത്തിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ഓരോ വർഷവും നല്ല രീതിയിൽ നിന്റെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ മുത്ത. എഡിറ്റിംഗ് പരിപാടിയെല്ലാം ഓൾമോസ്റ്റ് തീരാനായി. ഇപ്പം 10 മണിയായി സമയം. പിന്നെ പാക്കിംഗ് പരിപാടി എല്ലാം തീർന്നു. ഫുഡ് കഴിച്ചു. യെസ്, ഇനി കിടന്നുറങ്ങണം. രാവിലെ വീണ്ടും ബാക്ക് ഓൺ ട്രാക്ക്. പിന്നെ നമുക്ക് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. പ്രീമിയം പാക്കേജിങ് വൈഫോണ്ട് ഈ ഒരു ബോക്സിലായിരിക്കും നിങ്ങളുടെ ഓർഡർ വരിക. ഓക്കെ, അത് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ കുറേ ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ നമ്മുടെ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് കിട്ടിയത്. നമ്മൾ ജെനുവിൻ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളെ കാണുന്നവരും ജെനുവിൻ ആവും. അതാണ് ഞാൻ പഠിച്ച പാഠം. വേറെ നിനക്ക് പറയാനില്ല. നാളെ നല്ല പവറായിട്ട് നമ്മൾ തിരിച്ചു വരും. ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. ഈവൻ ദോ സ്റ്റാർട്ടിങ് കുറച്ച് ട്രബിൾ ആയിരുന്നെങ്കിലും രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ഓർഡേഴ്സിന്റെ വിഷയം വന്നില്ലേ. ആൾക്കാർ ഈദിന് വേണ്ടി ഓർഡർ ചെയ്യുന്ന ഈദ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. VZ ഈദ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇട്ട് 200 രൂപ. അപ്പോൾ നിങ്ങൾ ഷർട്ടൊക്കെ വാങ്ങി പൊളിക്കേട്ടാ. എന്നിട്ട് നിങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് അയച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളെ പവറാക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് വേറെ ഒന്നും പറയാല്ല. നാളത്തെ വീഡിയോയിൽ കാണാം. പ്ലീസ്.